മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണോ? മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനാഭിപ്രായം തേടിയ ഒരു ദിവസമായിരുന്നു ന്യൂസ് 18 ഇന്നലെ. ഭയാശങ്കകൾ ഏതുമില്ലാതെ ജീവിക്കാൻ നമുക്ക് എന്ത് വേണമെന്ന പരിശോധനയായിരുന്നു ഞങ്ങൾ നടത്തിയത്. അണ പൊട്ടുമോ എന്ന ചോദ്യം ഒരാളെയും ഭയപ്പെടുത്താനായിരുന്നില്ല. ഈ വിഷയത്തിലെ എല്ലാ വശങ്ങളും പഠിക്കാനും പറയാനുമായിരുന്നു. ചർച്ചയ്ക്കപ്പുറം ഈ വിഷയത്തിലെ മാധ്യമങ്ങളുടെ റോൾ എന്താണ് എന്ന് നിർവചിക്കാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. മുല്ലപ്പെരിയാർ വീണ്ടും ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മഴക്കാലത്തും മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തെ പേടിപ്പിക്കുന്നതാണ്. അത് ഇത്തവണയും അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ രീതിയിലുള്ള പ്രചാരണങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുണ്ട്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത്തവണ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് കഴിഞ്ഞ തവണത്തെ അത്രയും എത്തിയിട്ടില്ല. 136 അടിയിലേക്ക് ഇതുവരെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. എന്നിട്ട് പോലും ഡാം പൊട്ടുമോ എന്നുള്ള പേടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഡാമാണ്. ഇപ്പോൾ തന്നെ ഡാമിന്റെ പഴക്കം എന്ന് പറയുന്നത് 129 വർഷമായി. അതുകൊണ്ട് തന്നെ പേടി സ്വാഭാവികമാണ്. ഡാമിന്റെ കാലപ്പഴക്കം ഒരു കാരണമാണ്. ഇതേക്കുറിച്ച് പലതവണ നിയമ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടും കോടതിക്ക് പക്ഷേ ഇതുവരെ ബോധ്യം വന്നിട്ടില്ല ഡാമിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ളത്. പക്ഷേ കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ജനങ്ങൾ പേടിക്കുന്നത്. ജനങ്ങളാണ് പറയേണ്ടത് എന്താണ് അവർ പേടിക്കുന്നത്, എന്താണ് അവർ ആശങ്ക. ഇതെല്ലാം നമ്മുടെ അധികൃതരെല്ലാം കാണണം, കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. മുല്ലപ്പെരിയാർ ഇന്നും ഇന്നലെയുമല്ല മലയാളിയുടെ ചങ്കിലെ തീയായത്. ന്യൂസ് 18 കേരളത്തിന്റെ വാർത്താ സംഘം ആ ജനങ്ങൾക്കിടയിലൂടെയാണ് ഇന്ന് സഞ്ചരിച്ചത്. ചപ്പാത്തിൽ നിന്ന് ടോം കുര്യാക്കോസ്, വണ്ടിപ്പെരിയാറിൽ നിന്ന് MS അനീഷ് കുമാർ, ചെറുതോണിയിൽ നിന്ന് ഡാനി പോൾ, മൂവാറ്റുപുഴയിൽ നിന്ന് ജി ശ്രീജിത്ത്, ആലുവയിൽ നിന്ന് നവമി ദിനേശ് എന്നിവർ ജനമനസ്സുകളിലെ ആദിയും ആശങ്കയും ആരാഞ്ഞു. പ്രശ്നം പറഞ്ഞാലും ആ വെള്ളം വന്ന് ഇവിടത്തെക്കാളും പ്രശ്നം കുളമാവില്ല. കുളമാവിലൊരു ചെറിയ പോർഷൻ ഉണ്ടല്ലോ, ആ കപ്പൽ കിടന്നതാണോ അവിടെ. ആ കുളമാവ് ഡാം കഴിഞ്ഞ് കയറി വരുമ്പം ഒരു ചെറിയ സ്ഥലമുണ്ട്. അത് ചുമ്മാ കല്ല് ബാക്കി ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. കിളിവള്ളി ആ ഡാമിൻ്റെ അവിടെ അത് വളരെ മോശമാണ്. അവിടെ ചെറിയൊരു തുളയങ്ങാൻ വീണാൽ തീർന്ന. മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ ഡാം ഉണ്ടാക്കുക, സംസ്ഥാന സർക്കാരിന് അനുവാദം കൊടുക്കുക, വെള്ളം തമിഴ്നാടിന് കൊടുക്കുക, പുതിയ കരാർ വെക്കുക, അല്ല ശാശ്വതമായ പരിഹാരം അതേ മാർഗമുള്ളൂ. പഴയ ഡാമിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ താഴെ ഇടുക്കിയുടെ പദ്ധതി പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ വളരെ കിടന്നുറങ്ങുന്നത് തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ്. മുല്ലപ്പെരിയാറിന് ഇപ്പോഴും സർക്കാരിനെ അതിന് യാതൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അത് തകരുകയെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ മീഡിയകളിലെല്ലാം വരുന്നുണ്ടല്ലോ. എന്താണ് അത് തകരുകയില്ല, ഒരിക്കലും തകരുകയില്ല. അത് കല്ല് പറക്കി വെച്ചിരിക്കുന്ന കാരണം ഒരിക്കലും തകരുകയില്ലെന്നാണ് വാദം. നമ്മളത് ഇപ്പം ഇത് കാണുകയും കേൾക്കുകയല്ലാതെ ഇപ്പം കണ്ടില്ലേ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായത്, വയനാട്ടിലുണ്ടായത്. അത് ഡാം കൊണ്ടല്ലല്ലോ. പക്ഷേ ഇത് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുന്നൊരു ഭാഗമാണ് വരുന്നത്. അണക്കെട്ട് അപകടത്തിലാണെന്നും അല്ലെന്നുമുള്ള അഭിപ്രായങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്ത വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും പങ്കുവച്ചു. ജലബോംബ് എന്ന് നമ്മൾ പറയുന്ന സാധനം നമുക്ക് സുപ്രീം കോടതിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് ഒന്നുകിൽ നമ്മൾ തമിഴ്നാടും കേരളവുമായി ചർച്ച ചെയ്ത്, തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. ഈ പറയുന്നത് പോലെ ടണൽ നിർമ്മിച്ചിട്ട് വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്നതിനെക്കുറിച്ച് ഒരു എഞ്ചിനീയറിംഗ് സൊല്യൂഷനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സംസ്ഥാന സർക്കാരിന്, കേരള സർക്കാരിന്, തമിഴ്നാട് സർക്കാരിനോട് സംസാരിക്കാവുന്നതാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള മാർഗം. പുതിയ ഡാമെന്ന് കേൾക്കുമ്പോഴാണ് തമിഴ്നാടിന് സംശയം ഉണ്ടാകുന്നത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി. അതുകൊണ്ട് നമ്മൾ അവരോട് വ്യക്തമായി പറയണം, നമ്മുടെ ലക്ഷ്യം നമുക്ക് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നുള്ളതാണ് നമ്മുടെ ഇരട്ട ലക്ഷ്യം. ഈ രണ്ടും നമുക്ക് ഒരേപോലെ മുഖ്യമാണ്. കേരളത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ആശങ്ക അകറ്റേണ്ടതും എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുക ഇപ്പം കിട്ടുന്നത് പോലെ തന്നെ അതും നമുക്ക് പ്രധാനപ്പെട്ടതാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ചപ്പാത്തിലെ സമരപ്പന്തലിലെത്തി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായി വർഷങ്ങളായി സമരം നടത്തുന്നവരെയും ന്യൂസ് 18 സംഘം കണ്ടു. എന്തിനാണ് പുതിയ അണക്കെട്ടെന്ന ആശയം മുന്നോട്ട് വെക്കുന്നതെന്ന് അവർ പറഞ്ഞു. ജനം ഇന്ന് കൂടുതൽ
ഭീതിയിലാണ്, വേദനയിലാണ്. അതുകൊണ്ട് സമരം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. പണ്ട് ജനഭീതിയിലായിരുന്നു, കാരണം ഇത് ബലഹീനമായ ഡാം എന്ന് നമുക്ക് കൃത്യം അറിയാൻ. കാരണം ഒന്ന്, എന്തിനൊരു കാലപ്പഴക്കമുണ്ട്, ഒരു ആയുസ്സുണ്ട്. ഇതിന്റെ ആയുസ് കഴിഞ്ഞു. മനുഷ്യനുണ്ട്, മനുഷ്യനിർമ്മിതമായ ഇതിന്റെ ആയുസ് കഴിഞ്ഞു. കേരളത്തിന്റെ ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയും ഈ വെള്ളം ഒഴുകി പോകുന്ന ശിവഗംഗ വരെയുള്ള സ്ഥലത്ത് അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ തമിഴ് വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്. അവർ തമ്മിലുള്ള വലിയൊരു സൗഹൃദമുണ്ട്. ഇനി ആ സൗഹൃദത്തിനകത്ത് ഒരു കരട് എടുത്തിടാൻ സമരസമിതി ഒരു കാരണവശാലും ആരെയും അനുവദിക്കത്തില്ല. ഞങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ തമിഴ്നാടിനെതിരായി ഒരു സമരവും ചെയ്തിട്ടില്ല. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവർക്ക് വെള്ളം കൊടുക്കണം. അപ്പൊ ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കപ്പെടുവാൻ പറ്റുന്ന ഒരു ഫോറം. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാക്കുകൾ കൃത്യമായ പരിഹാരം വേണമെന്ന് തന്നെയായിരുന്നു. ഇത് ചർച്ചയ്ക്ക് പറ്റിയ സാഹചര്യമാണ്. മുല്ലപ്പെരിയാറിൽ കേന്ദ്രം ഇടപെടണമെന്ന് ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിൽ റോഷി പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കും. രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് വരണമെന്നുള്ള ആവശ്യം സജ്ജമാകുന്നതും തെറ്റൊന്നുമല്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇന്ന് അന്തരീക്ഷം മാറി. ഈ സാഹചര്യങ്ങളെയും കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ സംസ്ഥാനം സാധ്യമായത് ചെയ്ത് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ ഡാം ഉണ്ടാകണം. ആ നിലയിലേക്കാണ് സ്റ്റേറ്റ് ആഗ്രഹിക്കുകയും ജനങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക മാത്രമാണ് പോംവഴിയെന്നും ആലുവ MLA കെ അൻവർ സാദത്തും പ്രതികരിച്ചു. ആലുവക്കാരെ സംബന്ധിച്ചാണ് വലിയ ആശങ്കയാണ്. തീർച്ചയായിട്ടും ഈ വിഷയം അടുത്ത നിയമസഭയിൽ ശക്തമായി തന്നെ ഉന്നയിക്കും. അത് ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നോ ആ രീതിയിൽ അവതരിപ്പിക്കും. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടണം, ജലവകുപ്പ് മന്ത്രി വരണം, അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ഇടപെടണം. ഇതൊക്കെ ഇടപെട്ട് അത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നേരിടണം. ഇത് ഞാൻ ചോദിച്ചിട്ട് സംഭവിച്ചിട്ട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഡാം സുരക്ഷാ വിദഗ്ധനായ കെ കറുപ്പാങ്കുട്ടി, ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, പ്രക്ഷോഭ സമിതി മുൻ ചെയർമാൻ CP റോയ്, ടെക്നിക്കൽ അഡ്വൈസർ സജി മാർക്കോസ് എന്നിവർ പാനൽ ചർച്ചയിൽ വിശദമായി മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. ആശങ്ക വർദ്ധിപ്പിക്കുന്നതിന് എല്ലാവർക്കും തന്നെ പങ്കുണ്ടെന്ന് പറയാം. അതിനകത്ത് മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പങ്കുണ്ട്, യൂട്യൂബർമാർക്ക് പങ്കുണ്ട്, സോഷ്യൽ മീഡിയക്ക് പങ്കുണ്ട്. ആശങ്ക നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഡാം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന 7.5 കോടി ജനങ്ങൾ ഒരു വശത്ത്, ഡാം അവിടത്തിലാണെന്ന് വിശ്വസിക്കുന്ന 3.5 കോടി ജനങ്ങൾ മറുവശത്ത്. ഇതാണ് ശരിയായ ഒരു പ്രശ്നം. അപ്പൊ ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇതിനകത്ത് കൃത്യമായൊരു ഇടപെടാൻ സാധിക്കും. രണ്ട് രീതിയിൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്താം. ഒന്ന്, നമ്മൾ തമിഴ്നാടുമായി സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനം. അങ്ങനെ അവരുമായി സംസാരിച്ചത് പ്രശ്നത്തിലാണെന്ന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഈ നാൾക്കുനാൾ ഈ അകലം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്നെല്ലാം പിന്മാറിയിട്ട് ഇത് ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തി സുപ്രീം കോടതി ഇടപെട്ടതാണ്. നമ്മൾ ഈ കേസ് തോറ്റു എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ കേസ് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 144 അടി 155 അടിയിൽ നിന്ന് 144 അടിയാക്കി വെള്ളം താഴ്ത്തിയപ്പോൾ ഈ ഡാം ഡീകമ്മീഷനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അത് പക്ഷേ ആരും അത് ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല. പല സമയത്തും ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ എത്രയധികം കൺസീവ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഡാമിൻ്റെ ഡീകമ്മീഷനിങ് കംപ്ലീറ്റ് ആകണം. ഇപ്പോൾ അത് വെള്ളം 142 അടിയാക്കി നിർത്തി. 2 സ്റ്റേറ്റുകൾക്കും ഒരു കത്തയച്ചില്ല. 2 സ്റ്റേറ്റിനോടും പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്താതെ ഈ പ്രശ്നം തീരുകയില്ല എന്നുള്ള കാര്യം. അതിനുശേഷം അറ്റകുറ്റപ്പണി തുടങ്ങുകയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പ്രഖ്യാപിച്ചു. ഓർക്കണം, 15.5 TMC വെള്ളം 10.5 എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 3-1 കുറച്ചു. തമിഴ്നാടിന് ലഭിച്ചിരുന്ന ജലലഭ്യത 3-1 കുറഞ്ഞു. ഈ തീരുമാനമൊക്കെ ഇവിടുത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നടപ്പാക്കാൻ കഴിഞ്ഞൊരു കാലമുണ്ട്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കെട്ടിയ സമയത്ത് തന്നെ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചില കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഭാഗം ഒലിച്ചു പോവുക, കുറേ 450 പേര് മരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെനിക്കുക്ക് തന്നെ
പറഞ്ഞു ഇത് ഒരു 50 വർഷമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ കാരണം അന്ന് സിമൻറ്റ് നമ്മൾ ഇന്നിപ്പോൾ പണിയുന്ന പോലുള്ള സിമൻറ്റൊക്കെ ഉപയോഗിച്ചുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ, അതൊരു അങ്ങനെ ഒരു സ്ട്രക്ചറല്ല, എഞ്ചിനീയറിംഗ് സ്ട്രക്ചറാണ്. പക്ഷേ സിമൻറ്റൊക്കെ ഉപയോഗിച്ചുള്ള ഒരു സ്ട്രക്ചറല്ല, സുർക്കി ചുണ്ണാമ്പ് കല്ലുമൊക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്, മഡ്ഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രശ്നം വരില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. പല വർഷങ്ങളിലും ഇത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതിനകത്തുള്ള ചുണ്ണാമ്പും കല്ലും ഒക്കെ ഒലിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ 64-ൽ പ്രശ്നം, 64-ൽ പ്രശ്നമായി. പിന്നെ 10 വർഷം നമ്മൾ അവരുമായിട്ട് ബഹളം ഉണ്ടാക്കി. 74-ലാണ് സുർക്കി പോയോ നോക്കാൻ പറ്റിയത്. അപ്പോൾ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ അത് ഫിൽട്ടർ ചെയ്തു, സിമൻറ്റ് ഇട്ടു, ആങ്കർ ചെയ്തു. ഇങ്ങനെ ഇത് ഇന്നലെ ഉണ്ടായ കേസല്ല മാഷേ. പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ മനസ്സിലെ ആദിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലവും സുരക്ഷയും. പിന്നെ 2018 മുതൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും കവർന്നത് നിരവധി പേരുടെ ജീവനാണ്. ഈ കഴിഞ്ഞ നാളിലാണ് വയനാട്ടിലെ മുണ്ടക്കയും ചൂരൽമലയും ഒരു രാത്രി കൊണ്ട് ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ദുരന്തം. നമ്മൾ മലയാളികൾക്ക് അത് തീരാ നോവാണ്. ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകരുതെന്ന ചിന്തയിലാണ് എന്നും ജനപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങൾ. ന്യൂസ് 18 കേരളം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു പകൽ മുഴുവൻ മാറ്റിവെച്ചത്. എഡിറ്റോറിയൽ ബോർഡ്, ന്യൂസ് 18 കേരളം. 2018-ൽ ചെറുതോണി ഡാം തുറന്നുവിട്ടത് മൂലമുണ്ടായ പ്രളയം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് ഇടുക്കിയിലെ കരിമ്പിൻ ചപ്പാത്തും പരിസരങ്ങളും. മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള ആശങ്ക ഇവരുടെ ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ചെറുതോണി ഡാമിന് കീഴെയുള്ള കരിമ്പിൻ എന്ന് പറയുന്ന മേഖലയാണിത്. 2018-ലുണ്ടായ ആ ഒരു വെള്ളപ്പാച്ചിലിൽ വലിയ രീതിയിലുള്ള പ്രളയത്തിൽ ഈ മേഖല ഒന്നാകെ മുങ്ങിപ്പോയൊരിടം കൂടിയാണ്. നമ്മൾ ഈ കാണുന്ന വീടുകളെല്ലാം ഇത് ഏതാണ്ട് പ്രളയജലം അത് മൂടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നിരുന്നൊരു മേഖലയാണ്. ഇതിന്റെ ഒരു പുഴയോടെ ചേർന്നുള്ള അപ്പുറത്ത് ചപ്പാത്തുണ്ട്. ആ മേഖലയെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ വെള്ളത്തിന്റെ പിടിയിലാകുന്നു. ഇതിലൂടെ ആദ്യകാലത്ത് തൊട്ടപ്പുറത്ത് ഒരു പാലമുണ്ട്. അത് 2015 വന്നതാണ്. അതിനു മുൻപ് ഇതുവഴിയായിരുന്നു പൂർണ്ണമായി ഇതുവഴിയുള്ളൊരു ഗതാഗതമടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇതുവഴി കടന്നു പോകുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു ചപ്പാത്തുണ്ട്, കരിമ്പൻ ചപ്പാത്ത് എന്ന് പറയുന്നത്. ഇവിടങ്ങളിലെല്ലാം ഏതാണ്ട് നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ഒരവസ്ഥയിലായിരുന്നു. പിന്നീട് അത് തിരിച്ചെടുക്കുന്നു. വളരെ പണിപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തുകയും പിന്നീട് പഴയൊരു ജീവിതത്തിലേക്ക് മടങ്ങാനെല്ലാം തന്നെ വളരെ സമയമെടുത്തു അവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള ആശങ്കകൾ, അത്തരം ചർച്ചകൾ തുടങ്ങി വെക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകളിലേക്ക് അവർ വഴിമാറുന്നുണ്ട്. കാരണം എന്താണ് ഇനിയും അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് മാറുമോ, അതെല്ലാം തന്നെ അവരെ ബാധിക്കുന്നുണ്ട്. നമുക്കിപ്പം പരിസരത്തുള്ള ആളുകൾ കൂടി ചേരുന്നുണ്ട്. മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ളൊരു ആശങ്ക വലിയ രീതിയിൽ നിൽക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു പക്ഷേ 2018-ലെ ഒരു കാര്യങ്ങളായിരിക്കാം, അന്നുണ്ടായിരുന്ന ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളായിരിക്കും. അന്ന് ഈ മേഖല വലിയ രീതിയിൽ തന്നെ വെള്ളത്തിലായോ? ആയി ഭയങ്കര വെള്ളമായിരുന്നു. നമ്മളൊക്കെ ഇറങ്ങി ഓടുക ഇതില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീടിൻ്റെ അകത്ത് ചെളിയും കസ്തി വീടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. വളരെ നാളുകൾ കൊണ്ടാണ് പിന്നീട് പഴയ രീതിയിലാക്കി എടുത്തു. കുറെ പ്രയത്നം കൊണ്ട് ചപ്പാത്ത് മൊത്തം അടിച്ചു പറിച്ചു പോയി. ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചകളിലേക്ക് വരുന്നത് മുല്ലപ്പെരിയാർ സംബന്ധിച്ചൊരു ആശങ്കകൾ അതെല്ലാ കാലത്തും എപ്പോഴും ചർച്ച ചെയ്തു പോവുകയാണ്. ഇപ്പോൾ ഡാം സുരക്ഷിതമെന്ന് പറയുമ്പോൾ കൂടിയും ആളുകൾ ആവശ്യപ്പെടുന്നത് പുതിയൊരു ഡാം വേണം എന്നത് തന്നെയാണ്. കാരണം അത് ഈ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവരുടെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ? അത് ഏറ്റവും നല്ലതായോ. ഇങ്ങോട്ട് താഴേക്ക് താമസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒറ്റ ഡാം തുറന്നു വിടുവോ, വെള്ളം വന്നു കഴിഞ്ഞാൽ ഇരുകരയിലും മാറി താമസിക്കേണ്ടതും എല്ലാം ആയിട്ട് വന്നിരിക്കണം. നമുക്ക് സുരക്ഷിതമാക്കുമ്പോഴേ നമ്മളുടെ ഒരു ജീവിതം സുരക്ഷിതമാവുള്ളൂ. ഉറക്കത്തിൽ പോലും വിശ്വാസമില്ലാതെ ഞങ്ങൾ കിടക്കണത്. ഉറക്കത്തിൽ വെള്ളം കൊണ്ടുപോകുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പം മുല്ലപ്പെരിയാർ എല്ലാ സർക്കാരും കൂടെ കൂടി അതെന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ ചെയ്യണം. പാവപ്പെട്ടവരെ വെള്ളത്തിൽ കൂടെ വിടരുത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് കുറേ നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്. വീട്ടിൽ കിടക്കാൻ പേടിയാ. മഴ വരുമ്പോഴാണ് ഈ ഇളക്കം മുഴുവൻ. പിന്നെ എന്നാ ചെയ്യണേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിന് ചേർന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം. അതാണ് പറയാനുള്ളത്. ഈ രീതിയിലാണ്. കാരണം ആളുകളെല്ലാം തന്നെ ഒരു ചർച്ചകളെല്ലാം പുതിയൊരു ഡാം വന്നാൽ മാത്രമേ ഒരു സുരക്ഷിതത്വത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോകാനായിട്ട് സാധിക്കുള്ളൂ. നേരത്തെ നമുക്കൊപ്പം വളരെ പ്രായമായവരാണ് സംസാരിച്ചത്. നാടിന്റെ യുവതയുമുണ്ട്.
മുല്ലപ്പെരിയാർ സംബന്ധിയായ ചർച്ചകളാണ് കൂടുതലായി ഇപ്പോൾ നടക്കുന്നത്. പഴയ ഒരു ഓർമ്മയും കാര്യങ്ങളും, ഒപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് അത് സുരക്ഷിതമാക്കിയാൽ മാത്രമേ താഴെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാകൂ എന്നുള്ളൊരു പൊതു ചിന്തയാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഇപ്പൊ ചേട്ടൻ പറഞ്ഞ തന്നെ ഇത് ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. അതായത് ആ ഒരു ഡാം അങ്ങ് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ ഒരു 40% അല്ല 60% ഇല്ലാണ്ടായിപ്പോയി. ഇത് നമ്മുടെ ഭരണസമിതിക്ക് എല്ലാം അറിയാവുന്നതുമാണ്. അപ്പൊ ഇവര് ആ ഒരു കരാറിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളാക്കി ആ കരാറ് പുതുക്കുകയോ അല്ലെങ്കിൽ പുതിയ ഡാം ഇട്ടിട്ട് അതേ രീതിക്ക് അവർ വെള്ളം എടുത്തോട്ടുന്നേ. വെള്ളം കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്നാ കുഴപ്പമിരിക്കുന്നത്? വെള്ളം കൊണ്ടോട്ടെ. വെള്ളം ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയൊരു നീടാണ്. അവരെടുത്തോട്ടെ. നമ്മൾ ഈ ഇടുക്കി ഡാമിൽ ഇത്രയും വെള്ളം കിടപ്പില്ലേ, അതുകൊണ്ട് കറണ്ട് ഇവിടെ ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അതിലൊന്നുമല്ല. പക്ഷെ ഇത് സമാധാനമായിട്ട്, അതായത് കഴിഞ്ഞ ആഴ്ച ഈ വയനാട്ടിൽ ഉരുൾ പൊട്ടിക്കഴിഞ്ഞ ആ ഒരു ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് കൊച്ചു കരഞ്ഞപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ താഴെ വെട്ടം കിടക്കുക. ഈ ഒരു നിലയിലുള്ള ഒരു വീട് വന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല പേടിച്ചിട്ട്. അല്ല, പേടിക്കണം ചേട്ടാ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീടടക്കം എന്റെ വീടിന്റെ ഒരു നില മൊത്തം കയറിയതാ വെള്ളം. ഈ നിങ്ങളിപ്പോ ഈ റോഡിൽ ആ അറ്റം വരെ കിടങ്ങും, ആ വാഹനത്തിലേ അവിടം വരെ ചെല്ലുന്നവിടത്ത് ഈ താഴെയുള്ള ഒരു വീടുമില്ല, അന്ന് കാണാനില്ല. ഇതിന്റെ എല്ലാം മേലെ വെള്ളം കയറിപ്പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം നമ്മളെ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത് വലിയ സാഹചര്യമായി മാറുമെന്ന് നമുക്കൊന്നും ഒരു തോന്നലില്ല. പക്ഷെ എന്നാലും മുൻകരുതൽ എന്ന നിലയിൽ ഔദ്യോഗികപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാറാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ മാറി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതൊരു ആശങ്കയോ, ജലബോംബ് അവിടെ വെച്ചിട്ട് എന്നെ ആശങ്ക, ആറ്റം ബോംബിന്റെ അതേ, വേറെ പറയാനൊന്നുമില്ല. പറഞ്ഞത് തീർച്ചയായും കാരണം അനുഭവങ്ങളാണ് പറയിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇതായിരുന്നു അവരുടെ ഒരു സ്ഥിതി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, വയനാട് ആ സമയത്ത് ഈ ഭാഗത്തെ വീടുകളിലെ വിളക്കുകൾ പോലും അണക്കാതെ അവരെ കാത്തിരുന്ന് എന്താണ് സംഭവിക്കുക എന്ന് അറിയാതെ തൊട്ടടുത്ത് ഈ ചപ്പാത്തിലേക്ക് നോക്കി നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ചപ്പാത്ത് എന്ന് പറയുന്ന ഈ സ്ഥലം പറയുന്നത്. അത് സാധാരണ ഇതുവഴിയുള്ള ഒരു സഞ്ചാരം നേരത്തെ ഉണ്ടായിരുന്നു. അത് പുതിയ പാലം വന്നതോടുകൂടിയാണ് അത് ഇല്ലാതാകുകയും ചെയ്യുന്നത്. അതുവരെ ഇതിൽ സുഖമായിട്ട് സഞ്ചരിച്ചിരുന്നതാണ്. പിന്നീട് 2018 ഒരു പ്രളയം, ജലത്തിന്റെ കുത്തൊഴുക്ക് ഡാമിൽ തുറന്നുവിട്ടത് മൂലം അതിനുശേഷമാണ് പിന്നീട് ഇത് പൂർണ്ണമായിട്ട് തന്നെ തകരുകയും ഉണ്ടായിരുന്ന പുതിയ പാലത്തിലൂടെ മാത്രമായിട്ട് മാറുകയും ചെയ്തു. നേരത്തെ ഇത് തദ്ദേശവാസികളെല്ലാം ഇത് ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. ഈ പ്രദേശം വലിയ രീതിയിൽ തന്നെ അന്ന് തകർക്കപ്പെടുകയും ചെയ്തു. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധി ഇടുക്കിയിലെ സ്റ്റാലിനുണ്ട്. വലിയ രീതിയിൽ അന്ന് ഇവിടെ ഗുരുതരമായി ബാധിച്ച ഒരു പ്രദേശമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും ഇത്രമാത്രം കാണാവുന്ന തരത്തിലേക്കായത് ഈ 18-ലെ പ്രളയത്തോടുകൂടിയാണ്. ശരിക്കും 18-ലെ പ്രളയത്തോടുകൂടി നമ്മൾ ചെറുതോണി ഡാം തുറന്നുവിട്ടു. അത് 5 ഷട്ടറുകളും തുറന്നുവിട്ടു. അത് രാത്രികാലങ്ങളിൽ വളരെ ക്രമാതീതമായ രീതിയിൽ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എല്ലാം വെള്ളം കയറുകയും ഈ ചപ്പാത്ത് ഉൾപ്പെടെ, അതായത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്തിന്റെ അത്രയും പഴക്കമുള്ളതാണ് ഈ ചപ്പാത്ത്. അന്നത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് അന്ന് ഇവിടെ ഈ ചപ്പാത്ത് പണിത്. ഇതിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ ചപ്പാത്തിന് തന്നെ പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അന്നത്തെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു പാലം വരുന്നത്. എന്തായാലും ഈ പാലം പണി തുടങ്ങിയ സമയത്തായിരുന്നു ഈ പറഞ്ഞ 2018-ലെ പ്രളയവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് നമ്മൾ ഈ ചുറ്റുകാരും കാണുന്ന ഈ വീടുകളെല്ലാം അന്ന് വെള്ളത്തിലായ ഒരു സാഹചര്യമായിരുന്നു. ഇവിടുന്ന് മാസങ്ങളോളം ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി കുറേയൊക്കെ പുനരധിവാസം നടന്നിട്ടുണ്ട്. എങ്കിലെല്ലാം ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും അവരുടെ ഒരു ഭീതി, ഞങ്ങളൊക്കെ ഇവിടെ നേരിട്ട് വന്ന് നമ്മളന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് അറിയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ ഭീതി ഒഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു തരത്തിൽ ഈ മുല്ലപ്പെരിയാർ പോലെയുള്ളൊരു വലിയ ഭീതിയിലേക്ക് വീണ്ടും ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് ഈ ചെറുതോണി, അതിനുശേഷമുള്ള ഈ താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് പിന്നീട് ഇത് പെരിയാറിൽ ഒഴുകിപ്പോകുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ സമാനമായ ഭീതിയിലാണ്. നമ്മളിപ്പോൾ ഇടുക്കിയിലാണെങ്കിലും അങ്ങ് അപ്പുറം ആലുവ, അത് പെരിയാറിന്റെ കൈവഴികൾ തൊട്ടപ്പുറത്തേക്കെല്ലാം തന്നെയും സമാനമായ ഒരു ഭീതി ഉണ്ട്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിന്റെ ഒരു പ്രകമ്പനം, ആ പേടിയുടെ ഒരു പ്രകമ്പനം ചെറുതല്ല, അത് ദൂരവ്യാപകമായ രീതിയിൽ ഉള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
സർക്കാരിനെതിരെ വിമർശനവുമായി മുല്ലപ്പെരിയാർ സമരസമിതി. സംസ്ഥാന സർക്കാരിനുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിരാഹാരം കിടന്ന റോഷി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റുന്നുവെന്നും സമരസമിതി ആരോപിച്ചു. ഇവിടെ 12 ദിവസം നിരാഹാരം കിടന്ന ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാറിന് കുഴപ്പമുണ്ടെന്ന് പറയുകയും ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നതും അവർ ഈ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിനായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പരാമർശങ്ങളെ ഉൾക്കൊള്ളിച്ചായിരിക്കാം എന്ന് കരുതുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സൈക്ലോണുകൾ, കലാമിറ്റികൾ, ഇതിനെയെല്ലാം കോപ്പി ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ആ അമീക്കബിൾ സെറ്റിൽമെന്റ് എന്ന ഒരു കാര്യത്തിലേക്ക് പോകുവാൻ കിട്ടിയ ഒരു സാഹചര്യം, അതിനെ പ്രയോജനപ്പെടുത്തുവാൻ ഒരു സമ്മർദ്ദ ശക്തിയായി സമരസമിതി പ്രയാണമായി പിന്നിലുണ്ടാകും. സർക്കാരിലെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ സമരം ചെയ്യേണ്ടി വരുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ ആശങ്ക വേണ്ട എന്ന മന്ത്രി കെ രാജൻ. ജില്ലാ ഭരണകൂടവും മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റ് അധികൃതരും നൽകുന്ന മുന്നറിയിപ്പുകൾ മാത്രം കണക്കിലെടുക്കുക. പലരും 2018 സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ വീണ്ടും പങ്കുവച്ച് ആശങ്കയുണ്ടാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരവേലകളിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ STMയോ ജില്ലാ ഭരണകൂടമോ അതാത് സമയങ്ങളിൽ നൽകും. ഇത് ആളുകൾ കൂടുതൽ ആശങ്ക ജനിപ്പിക്കാനേ ഇട നൽകും. അതുകൊണ്ട് ഇപ്പം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഭീതിജനകമായിട്ടുള്ള വാർത്തകളൊന്നും നിങ്ങൾക്ക് നൽകാനില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടെങ്കിൽ നല്ല മുന്നൊരുക്കത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്ക്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന 2018 പോസ്റ്റുകൾ വീണ്ടും എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്കും ഷെയറും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും, ചിലപ്പോൾ പിന്നെ ഇത് ശരിയാണെന്ന് വിചാരിച്ചായിരിക്കും. ദയവായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരം അറിയാത്ത ഒരു പ്രചരണവും നടത്തരുത്. ജില്ലാ കളക്ടർ അതാത് ജില്ലകളിൽ അറിയിക്കും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കും, ബന്ധപ്പെട്ട മന്ത്രിമാരറിയിക്കും. ആ വിധത്തിലുള്ള പ്രചരണങ്ങൾ മാത്രം മുഖവരിക്കെടുക്കണം. വയനാട് തുംഗഭദ്ര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ആശങ്ക കൂടിയിട്ടുണ്ട്. 22-ന് വണ്ടിപ്പെരിയാറിൽ യോഗം ചേർന്ന സാഹചര്യം വിലയിരുത്തും. കോടതി തീരുമാനത്തിന് കാത്തുനിൽക്കാതെ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് വാഴൂർ സോമൻ MLA പ്രതികരിച്ചു. ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളിൽ ഒരു ആശങ്ക ശക്തമായി പരന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഒന്ന്, വയനാട്ടിലുണ്ടായ സംഭവവികാസങ്ങൾ, അതേപോലെ തന്നെ തുംഗഭദ്ര നദിയിൽ അവിടുത്തെ ഡാമിന്റെ ഗേറ്റ് പൊളിഞ്ഞു പോയത് തുടങ്ങിയ പ്രശ്നങ്ങളും അതിന്റെ വേഗം കൂട്ടുവാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ശരി, ഈ വിഷയത്തിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 22-ാം തീയതി എന്റെ സാന്നിധ്യത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ചേരുന്നുണ്ട്. അവിടെ സ്ഥിതികൾ വീണ്ടും വിലയിരുത്തും. ആവശ്യമെന്ന് കണ്ടാൽ അടിയന്തര സന്ദർഭങ്ങളിൽ യോഗങ്ങൾ വിളിക്കുവാനും തീരുമാനമെടുക്കുവാനും ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ MLA എന്ന നിലയിൽ ഈ പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടുന്നുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ ഒരു ദിവസം മുല്ലപ്പെരിയാറിന് വേണ്ടി ന്യൂസ് 18 കേരള മാറ്റിവെച്ചപ്പോൾ ജനഹിതം തേടിയപ്പോൾ ഞങ്ങൾക്ക് വെക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ന്യൂസ് 18 കേരളം ഇന്നത്തെ ക്യാമ്പയിനുകളുടെ ക്രോഡീകരിച്ച നിർദ്ദേശങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്, അധികൃതർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ജനഹിതം തേടിക്കൊണ്ട് ന്യൂസ് 18 കേരളം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിലവിലെ ഡാമിന്റെ സുരക്ഷിതത്വത്തിലും ബലത്തിലും വ്യാപകമായ ആശങ്കയാണ് ഉള്ളത്. ഇത് പരിഹരിക്കാൻ ജനങ്ങൾക്ക് മുന്നിലെത്തുന്ന അധികാരികൾക്കും ജനനേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാം ഇതേപടി തുടരും തോറും സമാധാന ജീവിതത്തിന് വെല്ലുവിളിയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. പരിഹാരം എന്താണ്? പരിഹാരമായി ജനങ്ങൾ നിർദ്ദേശിക്കുന്നത് പുതിയ ഡാം തന്നെയാണ്. പുതിയ ഡാം പക്ഷേ നമ്മുടെ ചർച്ചയിലെത്തിയ തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PC സിറിയക്ക് അപ്രായോഗികമാണെന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്.
നിലവിലെ ഡാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥിതിയിൽ ബലപ്പെടുത്തുകയാണ് പോംവഴിയെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. തമിഴ്നാട് ജില്ലകളായ മധുര, തേനി, ശിവഗംഗ, രാമനാഥപുരം, ഡിണ്ടിഗൽ ജില്ലകളിൽ കൃഷിക്ക് ജലമെത്തിക്കണമെന്നതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രഥമ ലക്ഷ്യം. അതിന് തേക്കടി തടാകത്തിൽ മലമുകളിൽ ഡാം വേണ്ട എന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഡാമിന് പകരം പെരിയാറിന്റെ നിരപ്പിൽ ഭൂഗർഭ ടണൽ നിർമ്മിച്ച് വെള്ളം സംഭരിച്ച് ആവശ്യാനുസരണം തമിഴ്നാടിന് നൽകാൻ സംവിധാനം വേണമെന്നതാണ് ഈ നിർദ്ദേശം. ഇപ്പോഴത്തെ ചർച്ച മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള ശ്രമമായി കാണണമെന്നാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിച്ച ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. അതായത് കേന്ദ്രം ഇടപെടണം, മുല്ലപ്പെരിയാർ ഡാം തർക്കം പരിഹരിക്കണമെന്ന നിർദ്ദേശവും മന്ത്രി മുന്നോട്ട് വെച്ചു. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ ഏറ്റവും അർഹനായ ജലമന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ 23 വർഷമായി ഇടുക്കിയെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികനായ റോഷിക്ക് ആ നാടിന്റെ ഹൃദയമിടിപ്പ് അറിയാനാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. മുൻകാലമൊന്നുമില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകണം. ഈ നിർദ്ദേശങ്ങൾ അധികൃതരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ന്യൂസ് 18 കേരളം മുല്ലപ്പെരിയാർ ലൈവത്തോൺ പൂർണ്ണമാകുന്നത്. ആശങ്കകൾ അറിയിച്ച ഞങ്ങളുടെ ഈ ഉദ്യമത്തിനൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം. ഇടവേള. ഉത്തരാഖണ്ഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നു. ഉത്തരാഖണ്ഡിലെ സിംഗ് നഗറിലാണ് രാജ്യത്തെ നടുക്കിയ ക്രൂര പീഡനം നടന്നത്. കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, അതിക്രൂരമായ കൊലപാതകം, എന്താണ് ഇതിന്റെ വിശദാംശം? അശ്വതി, കൊൽക്കത്തയിലെ ആശുപത്രിയിൽ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം തുടരുന്നതിനാണ് മറ്റൊരു സമാനമായ സംഭവം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഉത്തരാഖണ്ഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ രാംപൂർ ജില്ലയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഉദ്ധം സിംഗ് നഗറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഉദ്ധം സിംഗ് നഗറിലെ ആശുപത്രിയിലെ നേഴ്സായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായി പീഡനത്തിന്, ബലാത്സംഗത്തിന് ഇരയായത്. ഈ ജോലി കഴിഞ്ഞ് രാംപൂർ ജില്ലയിലെ, അതായത് UP-യിലാണ് രാംപൂർ, രണ്ടും അയൽ ജില്ലകളാണ്, ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു നേഴ്സ്. ഈ സമയമാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 31-ാം തീയതി ഇവരുടെ സഹോദരിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 8-ാം തീയതിയാണ് ഇത്തരത്തിൽ UP-യിലെ തന്നെ രാംപൂരിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഇവരുടെ ഒരു കുറ്റിക്കാടിനുള്ളിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ ബലാത്സംഗത്തിനിരയായി എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ഫോൺ പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവരുടെ ഫോൺ രാജസ്ഥാനിലാണ് എന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങളടക്കം നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഈ ആശുപത്രിയോട് ചേർന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ദിവസക്കൂലി വേതനത്തിന് പോയിരുന്ന ഒരു തൊഴിലാളിയാണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയത് ഇവരെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. UP-യിലെ തന്നെ ബറേലി സ്വദേശിയാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ പീഡനം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ധർമ്മേന്ദ്ര കുമാർ എന്നാണ് ഇയാളുടെ പേര്. ഏതായാലും ഇയാളെ ഇപ്പോൾ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഇയാൾ മയക്കുമരുന്ന് അടിമയാണ് എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഏതായാലും വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വതി. ശരി, എന്തായാലും ഇത്തരത്തിൽ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പതിവാകുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവം നടന്ന ഒരാഴ്ചയാകുമ്പോഴും രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുകയാണ്. അറസ്റ്റിലായ സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിയെന്ന് പോലീസ് പറയുമ്പോൾ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നാണ് കുടുംബം അടക്കം ആരോപിക്കുന്നത്. കൊലപാതകത്തിൽ ഒന്നിലേറെ പ്രതികൾ ഉണ്ടാകുമെന്ന സംശയം മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതിനിടെ കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രി കെട്ടിടം ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് രാജ്യത്തെ നടുക്കിയ കൊലപാതകം നടന്നത്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗത്തിൽ PG വിദ്യാർത്ഥിനിയായ വനിതാ ഡോക്ടറെയാണ് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കോളേജിലെ സെമിനാർ ഹാളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം. ദേഹമാസകലം മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ആത്മഹത്യ എന്നായിരുന്നു
മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ അറിയിച്ചത്. പിന്നീടിത് തിരുത്തി. ക്രൂരമായ ലൈംഗിക പീഡനം നടന്നതായി പോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരിച്ചു. പോലീസിന്റെ സിവിക് വോളണ്ടിയർ ആയിരുന്ന സഞ്ജയ് റോയിയാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. രക്തം പുരണ്ട ഷൂസ് അടക്കം സഞ്ജയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കേസിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂവെന്ന് പോലീസ് പറയുമ്പോൾ യുവതിയുടെ മാതാപിതാക്കൾ അടക്കം ഇത് തള്ളിക്കളയുകയാണ്. കൂട്ടബലാത്സംഗത്തിന്റെ സൂചനകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളതെന്ന് ഇവർ പറയുന്നു. ഒന്നിലേറെ പ്രതികളുണ്ടായെന്ന സംശയം ഹൈക്കോടതിയെയും മാതാപിതാക്കൾ അറിയിച്ചു. കേസ് അന്വേഷണം CBIക്ക് വിടാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് ഒരു സംഘം ആളുകൾ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ആക്രമണം നടത്തിയത്. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. 40-ൽ അധികം ആളുകൾ ആശുപത്രി വളപ്പിൽ പ്രവേശിച്ച് അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് നേരെ ഇവർ കല്ലെറിഞ്ഞു. പ്രതിഷേധക്കാർ ഉയർത്തിയ സമരപ്പന്തലും പോലീസ് വാഹനങ്ങളും അടിച്ചു തകർത്തു. പോലീസ് കണ്ണീർവാതക പ്രയോഗവും ലാത്തിച്ചാർജും നടത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ആക്രമണത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ റിപ്പോർട്ടുകളാണ് അക്രമത്തിന് വഴിവെച്ചതെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 ബംഗാൾ. വിവരങ്ങളുമായി ER രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, ഈ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. IMA നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഒപ്പം കൊലപാതകത്തിൽ മെഡിക്കൽ കോളേജിൽ 5 ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തു എന്നും അറിയുന്നു. എന്താണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ആശുപത്രി ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഈ IMA അതായത് നാളെ രാജ്യവ്യാപക സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് നാളെ രാവിലെ 6 മണി മുതൽ 24 മണിക്കൂർ സമരമാണിപ്പോൾ IMA ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യ സേവനങ്ങൾ ഉണ്ടാകും, മറിച്ച് OP പൂർണ്ണമായും ബഹിഷ്കരിക്കും. ഒപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ ഇതെല്ലാം തന്നെ ബഹിഷ്കരിക്കും, ഉണ്ടാകില്ല എന്ന അറിയിപ്പ് IMAയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ആർജിക്കർ ആശുപത്രിയിൽ പ്രതിഷേധിച്ച ഡോക്ടർമാർക്ക് നേരെ ഒരു സംഘം ആശുപത്രിയിലേക്ക് കടന്നു കയറുകയും ആശുപത്രി ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു നിയമനിർമ്മാണം വേണം, ഇത്തരത്തിൽ ആശുപത്രി ആക്രമണം അടക്കം ഡോക്ടർമാർക്കെതിരായ ആക്രമണമൊക്കെ തടയാൻ ഒരു നിയമനിർമ്മാണം വേണം എന്നൊരു ആവശ്യം ഡോക്ടർമാർ ഏതായാലും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ആശുപത്രികളെ ഇത്തരത്തിൽ സേഫ് സോണുകളായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം കൂടി IMA അടക്കമുള്ള സംഘടനകൾ, ഡോക്ടർമാരുടെ സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കും എന്ന പ്രതികരണമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസ് അന്വേഷണം CBI ഏറ്റെടുത്തിരുന്നു. CBI ഇപ്പോൾ ആശുപത്രിയിലെ 5 ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ തേടി എന്ന വിവരമാണിപ്പോൾ CBI സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ആദ്യം ഈ കേസ് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലെ മേധാവിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ തേടി എന്നുകൂടി ഇപ്പോൾ CBI വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ അന്വേഷണവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ CBI സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും CBI സംഘം ഇപ്പോഴും കൊൽക്കത്തയിൽ തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ, ആശുപത്രി അധികൃതരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുകയാണ്. PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഇന്ന് സമരം നടത്തും. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചായിരിക്കും സമരം. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഒരു സമയത്ത് ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിന് ശേഷമൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് മേലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വലിയ ചർച്ചയാവുകയും അവർക്ക് സുരക്ഷ വേണമെന്നുള്ള കാര്യമൊക്കെ ചർച്ചയുണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ കൊൽക്കത്തയിലെ ഈ കേസ് അതിൽ നിന്നൊക്കെ വലിയ വ്യത്യസ്തമാണ്. അതിക്രൂരമായാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. കൂട്ടബലാത്സംഗം എന്ന രീതിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. കേരളത്തെ ഇത് ഏത് രീതിയിലാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ കാണുന്നത്? ഈ സമരം ഏത് രീതിയിൽ ബാധിക്കും രോഗികൾ? അശ്വതി, വലിയ രീതിയിൽ ആശങ്കയിൽ തന്നെയാണ്. കാരണം തുടർച്ചയായി ഇങ്ങനെ ആശുപത്രിയിൽ ആക്രമിക്കപ്പെടുന്നത് അത് തുടർച്ചയാവുകയാണ്. അത് രാജ്യത്ത് എവിടെ നടന്നാലും
അതിൻ്റെ ഒരു സ്വഭാവം അത് ഒരേ രീതിയിലേക്ക് തന്നെ ആയി പോകുന്നു എന്നതാണ്. കഴിഞ്ഞ നമ്മുടെ കേരളത്തിലും നമ്മൾക്ക് ഇത് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഡോക്ടർമാരെ തന്നെ അവരുടെ ചികിത്സാ കേന്ദ്രങ്ങളിൽ തന്നെ അവരെ രോഗികളെ ചികിത്സിക്കുന്നു. ആ ഇടങ്ങളിൽ വെച്ച് അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവങ്ങൾ അതിനൊരു പൊതു സ്വഭാവം ആ രീതിയിലേക്ക് തന്നെ വരുന്നു എന്നതാണ്. എല്ലായിടത്തും അവർ സുരക്ഷിതരല്ല എന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രതിഷേധത്തിന് ശക്തി കൂടുവാൻ കാരണം. കേരളത്തിലും ഈ പ്രതിഷേധം ശക്തമാകുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. കാരണം നാളുകളായി ഡോക്ടർമാർ പറയുന്നു തൊഴിലിടങ്ങളിൽ പോലും തങ്ങൾക്ക് സുരക്ഷ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതിന് ഒട്ടനവധിയായ ഉദാഹരണങ്ങൾ വരുന്നു എന്നതാണ്. അതിന് ഒരു തടയിടാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇക്കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകണം, നിയമനിർമ്മാണങ്ങൾ അടക്കമുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങൾക്ക് തടയിടാൻ കഴിയുകയുള്ളൂ എന്ന് നേരത്തെയും കേരളത്തിൽ ഇതുപോലെയുള്ള ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ശക്തമായ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ശക്തമായ ഇതിൽ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതുതായി കൽക്കത്തയിലെ സംഭവവും ആ സമരത്തിന് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നവരുടെ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ്. ഇന്ന് നടക്കുന്ന പ്രതിഷേധവും അത് തന്നെയാണ്. OPയും അതോടൊപ്പം തന്നെ വാർഡും ബഹിഷ്കരിച്ചുകൊണ്ടാണ് PG ഡോക്ടർമാരും സീനിയർ ഡോക്ടർമാരും ഈ സമരത്തിൻ്റെ ഒരു ആദ്യ പടിയിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആശുപത്രിയിലെ സ്ഥിതികൾ അത് രോഗികൾക്ക് ചികിത്സയ്ക്ക് തടസ്സം നേരിടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ആശുപത്രിയിലേക്ക് എളുപ്പത്തിൽ എത്തി ചികിത്സിച്ച് പെട്ടെന്ന് മടങ്ങുക എന്ന രീതിയിലേക്ക് ഈ സർക്കാർ ഡോക്ടർമാർ അല്ലെങ്കിൽ അവർ സേവനമനുഷ്ഠിക്കുന്ന ഇടങ്ങളിൽ ആ രീതിക്ക് ഒരു തടസ്സം നേരിടും സ്വാഭാവികമായും. കാരണം ഈ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ തുടരും. ഒപ്പം തന്നെ KGMOയുടെയും ഒരു പ്രതിഷേധ ദിനം ഇന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സീനിയർ ഡോക്ടർമാരും അതോടൊപ്പം PG ഡോക്ടർമാർ ഈ സമരത്തിലേക്ക് പങ്കെടുക്കുന്നതോടുകൂടി ഈ ആശുപത്രി സേവനങ്ങൾ ചികിത്സാ സംവിധാനങ്ങളടക്കം തടസ്സം ഭാഗികമായെങ്കിലും തടസ്സം നേരിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലെ ഡോക്ടർമാരും സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇന്നും പരസ്യമായ രീതിയിലുള്ളൊരു പ്രതിഷേധ സമരത്തിന്, അതായത് അവരുടെ ഒരു പ്രതിഷേധം വ്യക്തമാക്കുന്നതിന് ധർണ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ആശുപത്രി പരിസരങ്ങളിൽ ഉണ്ടായേക്കാം. ഒരു പ്രത്യക്ഷ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വരും ദിവസങ്ങളിൽ IMA കൂടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നപ്പോൾ വലിയ രീതിയിലേക്കുള്ളൊരു പ്രതിഷേധത്തിന് തന്നെയാണ് കേരളത്തിലും ഉള്ളത്. ദേശീയ തലത്തിൽ രൂപീകരിച്ച ആക്ഷൻ ഫോറത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ മാസം 18 മുതൽ 31 വരെ ആശുപത്രികളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് ഏത് രീതിയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു വിവരശേഖരണമടക്കം നടത്തുക എന്ന കാര്യം കൂടി ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. അശ്വതി. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ നഗരത്തിൽ ദളിത് യുവതിയെ ജോലിക്കായി വിളിച്ചു വരുത്തിയ ശേഷം മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കോട്ടയം സ്വദേശി സബിൻ മാത്യുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിന്മേലാണ് അറസ്റ്റ്. കോട്ടയം ഭരണങ്ങാനം സ്വദേശി സബിൻ മാത്യുവിനെയാണ് പുലർച്ചെയോടെ നഗരത്തിലെ ഹോം സ്റ്റേയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ടെന്ന് OLX വഴി ഇയാൾ പരസ്യം നൽകിയിരുന്നു. തുടർന്ന് പാലക്കാട് സ്വദേശിനിയുമായി സബിൻ ഫോണിൽ സംസാരിച്ചു. വീടുകൾ തോറും കയറി പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ജോലിയാണെന്നറിഞ്ഞപ്പോൾ താൽപര്യമില്ലെന്ന് യുവതി അറിയിച്ചു. തുടർന്ന് മറ്റൊരു യുവതിയെ കൊണ്ട് വിളിപ്പിച്ച് ആലപ്പുഴയിൽ ഇന്റർവ്യൂവിനായി എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. സ്ത്രീയെ കൊണ്ട് സ്ത്രീയെ കൊണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ആലപ്പുഴയാണ്, വീടുകൾ അടുത്തടുത്താണ്, ഈ മാർക്കറ്റിംഗ് എളുപ്പമാണ്, അലച്ചിലെന്ന് പറഞ്ഞ സംഗതിയില്ല. അങ്ങനെയാണ് ഈ വീണ്ടും ഈ പെൺകുട്ടി ഇതിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുവാനും തീരുമാനിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് യുവതി എത്തിയത്. ഇന്റർവ്യൂ സമയം കഴിഞ്ഞെന്നും രാത്രിയിൽ ആലപ്പുഴയിൽ തുടർന്ന് പിറ്റേ ദിവസം ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നും സബിൻ പറഞ്ഞു. ആലപ്പുഴയിൽ ഈ ലേഡി അവിടെ നിന്ന് കയറി ബസ്സിനാണ് വന്ന് KSRTC വന്നിറങ്ങി. KSRTC നിന്ന് ഈ നമ്മുടെ ഈ കേസിലെ അക്യൂസ്ഡ് അവരെ പിക്ക് ചെയ്തിട്ട് അവർ ഹോം സ്റ്റേയിലേക്കാണ് കൊണ്ടുപോയത്. ഈ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് യുവതി പറഞ്ഞു, ഇവിടെ വേറെ കാൻഡിഡേറ്റ്സിനൊന്നും കണ്ടില്ലല്ലോ, എന്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്റർവ്യൂ ഓൾറെഡി ഇന്നത്തെ കഴിഞ്ഞു, ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സിന് നാളെ വെച്ചിട്ടുണ്ട്. മുറിയെടുത്ത് നൽകിയ ശേഷം മടങ്ങിപ്പോയ ഇയാൾ പിന്നീട് മദ്യവുമായി തിരിച്ചെത്തി മുറിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. എതിർത്ത യുവതിയെ മുഖത്തടിച്ച ശേഷം നിർബന്ധപൂർവ്വം മദ്യം കുടിപ്പിച്ചു. പിന്നീടായിരുന്നു പീഡനം. ഞാൻ മദ്യപിക്കാത്ത ആളാണെന്ന് പറഞ്ഞപ്പം ഈ കുട്ടിയെ കർണത്തടിച്ചിട്ട് മദ്യം ഇതേ രീതിയിൽ വായിൽ ഒഴിച്ചു കൂടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഈ അടിയുടെ ഇതുകൊണ്ട് എല്ലാം കൊണ്ട് കുട്ടിയാകെ ഒരു വല്ലാത്ത രീതിയിലായി. അതിനുശേഷം ഇയാൾ ഈ കുട്ടിയെ ഇതേ രീതിയിൽ പീഡിപ്പിക്കുകയാണ്
ഉണ്ടായത്. ആൺസുഹൃത്തിനെ ഫോണിൽ വിളിച്ച് യുവതി പീഡന വിവരം അറിയിച്ചു. ഇയാളുടെ ബന്ധുക്കളാണ് പോലീസിൽ വിവരം നൽകിയത്. പോലീസ് എത്തി യുവതിയെ മോചിപ്പിച്ച് സബിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു വ്യക്തമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. കാഫിർ വിവാദം വീണ്ടും CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. വിവാദ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം CPM സൈബർ സംഘങ്ങളാണെന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. പുതിയ സംഭവ വികാസങ്ങളിൽ CPM-ന്റെ ഔദ്യോഗിക വിശദീകരണവും ഇന്നുണ്ടായേക്കും. താരങ്ങളെ ഇന്നറിയാം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മമ്മൂട്ടി, പൃഥ്വിരാജ്, ഉർവശി, പാർവതി എന്നിവരാണ് മികച്ച അഭിനേതാക്കൾക്കുള്ള അവസാന പട്ടികയിലുള്ളത്. തിരക്കഥാകൃത്തും സംവിധായകനുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറി പുരസ്കാര നിർണയം നടത്തും. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ അവർ പല വഴികളും നമ്മുടെ മുമ്പിൽ വരച്ചിടും. പക്ഷെ നമുക്ക് പോകേണ്ട വഴി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അക്ഷമരായി ആകാംക്ഷയുടെ മുൾമുനയിലാണ് മലയാള സിനിമാ ലോകം. കണക്കുകൂട്ടലുകൾക്കും ഊഹങ്ങൾക്കുമപ്പുറം അവസാനം കപ്പാരടിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. കാതലോ ആടുജീവിതമോ, മമ്മൂട്ടിയോ പൃഥ്വിരാജോ, പാർവതിയോ ഉർവശിയോ? ഈ ചോദ്യങ്ങൾക്ക് ഇന്നു മറുപടി ലഭിക്കും. ആദ്യഘട്ടത്തിൽ 160 ചിത്രങ്ങളാണ് ജൂറിക്ക് മുന്നിലെത്തിയത്. അന്തിമഘട്ടത്തിൽ 50 ചിത്രങ്ങൾ മത്സരിക്കുന്നു. ആടുജീവിതം, കാതൽ, 2018, ഉള്ളൊഴുക്ക് തുടങ്ങിയ സിനിമകൾ മികച്ച ചലച്ചിത്ര പുരസ്കാരത്തിന് മുൻനിരയിലുണ്ടെങ്കിലും റിലീസ് ചെയ്യാത്ത സിനിമയ്ക്കും ബഹുമതി ലഭിച്ചേക്കാമെന്ന സാധ്യത തള്ളിക്കളയാനാവില്ല. ഉള്ളൊഴുക്കുന്ന ചിത്രത്തിലൂടെ പാർവതിയും ഉർവശിയുമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നത്. നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാ നിന്നെ സ്നേഹിച്ച. നീ എന്നും എന്റെ കൂടെ നിൽക്കണമെന്ന് എന്റെ ആഗ്രഹം. 1-2 ദിവസത്തിൽ കൂടുതൽ തോമസ് കുട്ടി അതിൽ കിടത്താൻ പറ്റൂല. വെള്ളം ഉടനെ ഇറങ്ങും. കുറച്ചു കഴിഞ്ഞാൽ ബോഡി മോശമാകാൻ തുടങ്ങും. എത്ര കാക്കേണ്ടി വന്നാലും ഞങ്ങളുടെ കുടുംബക്കല്ലറയിലെ അവനെ അടക്കാനൊക്കെ പറ്റും. അടുത്ത കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ വച്ചി. ബ്ലസ്സിയുടെ ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജ് തന്റെ 3ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിനായി മത്സരിക്കുമ്പോൾ കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ദി കോർ എന്നീ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി തന്റെ 7ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിനായി മത്സരിക്കുന്നു. മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലൂടെ നേടാൻ ഉർവശിക്ക് കഴിഞ്ഞാൽ അത് കരിയറിലെ 6ാം പുരസ്കാരമാകും. മനുഷ്യന് മാത്രമല്ലോ, പോലീസുകാരുടെ ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ കാതൽ, റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ്, പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്നീ ചിത്രങ്ങൾ മികച്ച സിനിമയ്ക്കുള്ള മത്സരത്തിലുണ്ട്. മോഹൻലാൽ ചിത്രം നേര്, സുരേഷ് ഗോപിയുടെ ഗരുഡൻ, ഫാലിമി, പൂക്കാലം, ശേഷം മൈക്കിൾ ഫാത്തിമ, ഗഗനാചാരി, പ്രണയവിലാസം, കഠിനകഠോരമി, അണ്ടകടാഹം, നെയ്മർ, ഒറ്റ്, 18+ എന്നിവയാണ് അവാർഡിനായി മത്സരിക്കുന്ന മറ്റ് ശ്രദ്ധേയമായ സിനിമകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവും ഇന്നാണ്. വൈകിട്ട് 3 മണിക്കാണ് പ്രഖ്യാപനം. 2022 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. മികച്ച നടനായുള്ള മത്സരത്തിൽ മമ്മൂട്ടിയും കന്നഡ നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും പരിഗണനയിലുണ്ട്. റോഷാക്ക്, നൻപകൽ നേരത്ത്, മയക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടി പരിഗണനയിലുള്ളത്. കാന്താരയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഋഷഭ് ഷെട്ടിയെയും പുരസ്കാരത്തിന് പരിഗണിക്കുന്നുണ്ട്. ഒക്ടോബറിലാണ് അവാർഡ് ദാന ചടങ്ങ് നടക്കുക. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അനുശ്രീ ചേരുന്നു. അനുശ്രീ, ഗുഡ് മോർണിംഗ്. 2 പുരസ്കാരങ്ങളുടെയും പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദേശീയ പുരസ്കാര ദാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, മലയാളം പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അനുശ്രീയിലേക്ക് വരാം. എന്തായാലും 2 പുരസ്കാര പ്രഖ്യാപനവും ഇന്നുണ്ട് എന്നുള്ളതാണ്. മമ്മൂട്ടി 2ഇടത്തും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന അവാർഡിനായും പരിഗണനയിലുണ്ട്, ഒപ്പം മികച്ച നടനുള്ള ദേശീയ അവാർഡിനായും പരിഗണനയിലുണ്ട്. അനുശ്രീ, തുടരാം.
അശ്വതി, ഇന്ന് പ്രധാനമായും 70-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും അതേപോലെ തന്നെ 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമാണ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അതിൽ പ്രധാനമായും 70-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മത്സരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള റോഷാക്കും അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കവും കന്നഡ താരമായ ഋഷഭ് ഷെട്ടി അഭിനയിച്ചിട്ടുള്ള കാന്താരയുമാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. നമുക്ക് മമ്മൂട്ടിക്ക് എന്തുകൊണ്ടും അവാർഡ് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ പ്രധാനമായും മത്സര രംഗത്ത് വരുന്നത് മമ്മൂട്ടിയും ഒപ്പം തന്നെ പൃഥ്വിരാജുമാണ്. ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും ഒപ്പം തന്നെ മമ്മൂട്ടിയുമാണ് മത്സരരംഗത്ത് വരുന്നത്. കൂടാതെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള പാർവതിയുമാണ് മത്സരരംഗത്ത് വന്നിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പുരസ്കാര പ്രഖ്യാപനം എല്ലായ്പ്പോഴും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ നമ്മൾ കാണാറുള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അപ്രതീക്ഷിതമായ പുരസ്കാര പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതും കണ്ടു തന്നെ അറിയണം അശ്വതി. അതാണ് എന്തായാലും മലയാളം പ്രതീക്ഷിക്കുന്നുണ്ട്. മമ്മൂട്ടി 2 ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിലും മമ്മൂട്ടി അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അതിലും മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ളൊരു മത്സരം നമുക്ക് കാണാൻ കഴിയും. ആരായിരിക്കും മികച്ച നടൻ എന്ന് കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ജോയ് മരിച്ച 1 മാസം കഴിഞ്ഞിട്ടും ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നഗരസഭ കടുത്ത നടപടി സ്വീകരിച്ചെങ്കിലും ഇപ്പോഴും തോട്ടിൽ മാലിന്യം എറിയുന്നതിനും കുറവില്ല. റെയിൽവേ ടണലിലും തോടിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ രീതിയിലാണ് മാലിന്യക്കൂമ്പാരം രൂപപ്പെട്ടിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കോരിയിട്ട മാലിന്യമല നീക്കം ചെയ്യാൻ പോലും റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ പവർ ഹൗസ് സമീപമുള്ള കവാടത്തിലാണ് ഞാനുള്ളത്. ഇവിടെ ഈ എൻ്റെ പുറകിൽ കാണുന്നത് ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ്. അതായത് ജോയ് വീണ ടണലിന്റെ മറുവശം. ഇവിടെയും അന്ന് വലിയ രീതിയിൽ മാലിന്യ നീക്കം നടത്തിയതാണ്. ജോയിയെ കണ്ടെത്താനായി രക്ഷിക്കാനായി മാലിന്യ നീക്കം നടത്തിയത്. ഇപ്പോഴും അവിടേക്ക് മാലിന്യങ്ങൾ ഒഴുകി വന്ന് കിടപ്പുണ്ട്. അതുമാത്രമല്ല കാണേണ്ടത്, അന്ന് വലിയ രീതിയിലുള്ള മാലിന്യ മല തന്നെ ഈ ടണലിലുണ്ടായിരുന്നു, വെള്ളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതിനടുത്ത്, എൻ്റെ തൊട്ടടുത്ത് ഒരു മാലിന്യ മലയായി ഇവിടെ ഒരു പ്രദേശം മാലിന്യം കൂടിക്കിടക്കുന്നു. ഒരു വലിയ രീതിയിൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. ഇത് ജോയ് വീണ ദിവസം അദ്ദേഹത്തെ കണ്ടെത്താനായി രക്ഷിക്കാനായി അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയപ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് മാറ്റിയ മാലിന്യമാണ്. അത് ഈ 1 മാസം പിന്നിടുമ്പോഴും ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ പോലും റെയിൽവേ അധികൃതർ തയ്യാറായിട്ട് എത്രത്തോളം ഉത്തരവാദിത്വമില്ലായ്മ അവരുടെ ഭാഗത്തുണ്ടാകുന്നതിന് ഏറ്റവും വലിയ തെളിവായത് കാണണം. റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. മാത്രവുമല്ല ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. റെയിൽവേയുടെ പവർ ഹൗസ് ഗേറ്റ് വഴി വരുന്ന ആളുകൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്ന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ രീതിയിൽ മാലിന്യം ഇപ്പോഴും കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നതിനും തോട്ടിലൂടെ മാലിന്യം ഒഴുകി വരുന്നതിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ജോയ് വീണ ആമയിഴഞ്ചാൻ തോടിന്റെ ആ ഭാഗത്താണ്, തമ്പാനൂരാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് നേരത്തെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യമാകാം ഒരുപക്ഷെ ഈ വശത്ത് കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒഴുകി വന്ന് നഗരവാസികൾ പുറന്തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ച് ഈ മാലിന്യങ്ങൾ കടന്നു പോകാതെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ബാരിക്കേഡ് തടഞ്ഞു നിർത്തുന്നു. ഫുട്ബോളുകൾ, ആളുകൾ കുട്ടികളൊക്കെ കളിച്ച് എറിയുന്ന പഴയ ഫുട്ബോളുകളൊക്കെ ആകാം, ആ ഫുട്ബോളുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിയൊരു കൂമ്പാരം. നഗരസഭയും പോലീസുമൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വലിയ ജാഗ്രതയോട് രാത്രികാല പരിശോധന അടക്കം നടത്തുമ്പോഴും അതൊന്നും ആളുകൾക്ക് കാര്യമില്ല. ഇപ്പോഴും മാലിന്യങ്ങൾ അതേപടി ഉപേക്ഷിക്കപ്പെടുന്നു, ചാക്കുകൾ കെട്ടി ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതിന് തൊട്ടപ്പുറത്തെ ഭാഗത്താണ് ജോയി മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങിയത്. ആ ടണലിന്റെ അടിഭാഗത്ത് അതിന്റെ തുടക്കത്തിൽ ഇവിടെ നിന്ന്
മാലിന്യങ്ങൾ തടയുന്നെങ്കിലും കുറേ മാലിന്യങ്ങൾ ഇപ്പോഴും അതിനടിയിൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കം വലിയ രീതിയിൽ ഇപ്പോഴും അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നു. എന്താണോ ജോയ് എന്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തത്, എന്തിനു വേണ്ടിയാണോ അദ്ദേഹം വെള്ളത്തിലിറങ്ങിയത്, അതേ അവസ്ഥ ഇപ്പോഴും ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് തുടരുന്നു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. പാറ്റൂർ ഭാഗത്തെ അവസ്ഥയാണിത്. നേരത്തെ എങ്ങനെയായിരുന്നു ഈ ആമയിഴഞ്ചാൻ തോട്ടിലൂടെ മാലിന്യങ്ങൾ ഒഴുകിപ്പോരുന്നത്, അത് അതേപടി ഇവിടെ ഇപ്പോഴും ഇത് നഗരസഭ ഈ മാലിന്യങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഒരിടത്ത് കൂട്ടിയിട്ട് പിന്നീട് എടുത്തു മാറ്റാനായി തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ. നേരത്തെ ജോയ് മരിച്ചതിന്റെ അടുത്ത ദിവസം, ജോയ് വെള്ളത്തിൽ പോയതിന്റെ അടുത്ത ദിവസം നമ്മൾ വാർത്താ റിപ്പോർട്ടിനോട് എത്തുമ്പോൾ കണ്ട അതേ കാഴ്ച ഇവിടെ ഇപ്പോഴുമുണ്ട്. വലിയ ചാക്കുകെട്ടുകൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നമുക്ക് കാണാനാകും. വലിയ ചാക്കുകെട്ടുകളിൽ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോട്ടിലേക്ക് ഇപ്പോഴും വലിച്ചെറിയുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്ലാസ്റ്റിക് കുപ്പികളുടെ വലിയൊരു കൂമ്പാരം ഇവിടെയുണ്ട്. ഇത് ഈ തോട്ടിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒഴുകി വന്ന് ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഇത്തരത്തിൽ എല്ലായിടത്തും നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം എത്തിയിരുന്നത്, അതേപോലെ ഇപ്പോഴും അത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ പാറ്റൂർ ഭാഗത്ത് നിന്നും കാണാനാകുന്നത്. ആമയിഴഞ്ചാൻ തോട് കണ്ണമ്മൂലയിൽ നിന്നൊഴുകി നെല്ലിക്കുഴി വഴി അണമുഖം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തെ കാഴ്ചകളാണിത്. വലിയ രീതിയിൽ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുകി വരുന്നത്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒഴുകി വരുന്ന ഇവിടെ വ്യക്തമായി നമുക്ക് കാണാനാകും. നഗരവാസികൾ തള്ളുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ ആമയിഴഞ്ചാൻ തോടിലൂടെ ഒഴുകി ഇവിടെ നിന്നാണ് ഇനി അണമുഖം ഭാഗത്തേക്കും അവിടെ നിന്ന് ആക്കുളം കായൽ വഴി കടലിലേക്കും പോകേണ്ടത്. അതായത് നേരത്തെയൊക്കെ എങ്ങനെയാണോ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരുന്നത്, എങ്ങനെയാണോ നഗരവാസികൾ തങ്ങളുടെ വീടുകളിൽ എല്ലാ ഉപകരണങ്ങളും കേടായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെയും ഫ്രിഡ്ജിന്റെ ഒക്കെ ഭാഗങ്ങൾ ഇവിടെ കാണാനാകുന്നുണ്ട്. ചാക്കുകെട്ടുകളിലും പോളിത്തീൻ ബാഗുകളിലും കവറുകളിലും ഒക്കെ മാലിന്യങ്ങൾ കെട്ടി ഇവിടേക്ക് വലിച്ചെറിയുന്നത് ഇപ്പോഴും ഒരു തടസ്സവുമില്ലാതെ തുടരുന്നുവെന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷിയാണ്. എത്ര അപകടമുണ്ടായാലും എന്തൊക്കെ ദുരന്തങ്ങളുണ്ടായാലും മലയാളി പ്രത്യേക തലസ്ഥാനവാസികൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാലിന്യങ്ങൾ ഇപ്പോഴും നഗരസഭയും പോലീസും ഒക്കെ കർശന നിലപാടെടുക്കുമ്പോഴും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എന്ന ധാരണയോടുകൂടി, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ധാരണയോടുകൂടി മിടുക്കരായി തലസ്ഥാനവാസികളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ മാലിന്യങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം ബി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.